ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ടീച്ചിങ് വേൾഡ് സക്സസ് സ്റ്റെപ്പ്. ക്വിക്ക് റിവിഷൻ സീരീസിലെ 6ാമത്തെ ടോപ്പിക്കാണ്. സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളിലൊക്കെ മിക്കവാറും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ: വനപരിപാലനം സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിൽ പെടുന്നു എന്നുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സമ്പദ്ഘടനയെ പ്രധാനമായും 3 അടിസ്ഥാന മേഖലയായി തരംതിരിച്ചിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ചാൽ അത് പ്രാഥമിക മേഖല. അതുകൊണ്ട് തന്നെ അതിനെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷി, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം തുടങ്ങിയവയാണ്. അപ്പോൾ വനപരിപാലനം ഏത് മേഖലയിൽ വരുന്നു? പ്രാഥമിക മേഖലയിൽ വരുന്നു. കൃഷി ഏത് മേഖലയിൽ വരുന്നു? പ്രാഥമിക മേഖലയിൽ വരുന്നു. മത്സ്യബന്ധനം, ഖനനം ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇനി ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ നിന്നും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് വ്യവസായമാണ്. PYQ ക്വസ്റ്റ്യനാണ്. ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നു. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖലയാണ്. അല്ലെങ്കിൽ വ്യവസായ മേഖല ദ്വിതീയ മേഖല എന്നും അറിയപ്പെടുന്നു. തൃതീയ മേഖലയിൽ പെടുന്നത് അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ്. ദ്വിതീയ മേഖലയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞില്ല. ദ്വിതീയ മേഖലയിൽ വരുന്നതാണ് വ്യവസായം, ഉൽപ്പാദനം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. ദ്വിതീയ മേഖലയിൽ വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അടിത്തറ വ്യവസായമാണ്. എക്സാമ്പിൾ വ്യവസായം, ഉൽപ്പാദനം, വൈദ്യുതി, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിലെ എക്സാമ്പിൾ വ്യാപാരം, ഹോട്ടൽ, വാർത്താവിനിമയം, ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, സാമൂഹ്യ സേവന പ്രവർത്തനം, റിയൽ എസ്റ്റേറ്റ് ഇതെല്ലാം തന്നെ തൃതീയ മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ഇനി പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലെയും പ്രാഥമിക മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയാണ്. അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവ് അധിഷ്ഠിത മേഖല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ: ബാങ്കിങ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ ഇൻഷുറൻസ്. താങ്ക് യു.